കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിലേക്കല്ലേ ചെല്ലേണ്ടത്. ഈ വേണുവേട്ടൻ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അയാളെ പേടിച്ച് എങ്ങനെ അവിടെ ജീവിക്കും? കല്യാണം കഴിക്കുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് നിർബന്ധമുണ്ടോ? മനസ്സിലായില്ല. ഭർത്താവുമായി വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് മാറി താമസിക്കണം. നമുക്ക് വേറെ എത്ര വീടുകളാ ഉള്ളത്? അതൊക്കെ പ്രാക്ടിക്കൽ ആണോ മോളെ? രാജു അവന്റെ അച്ഛനും അമ്മയും വിട്ടേച്ച് വരുമോ? കല്യാണം കഴിഞ്ഞാലേ രാജുവിന്റെ കൺട്രോളേ എന്റെ ഈ കൈകളിലായിരിക്കും. അത് അമ്മയ്ക്ക് അറിയോ? ഇടം വലം അനങ്ങാനേ ഞാൻ സമ്മതിക്കില്ല. ആരാ മോളെ? ആ, അംബിക മേഡം. ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ഹലോ അംബിക മേഡം. റിമി, സോറി. ഞാൻ നിന്നെ എപ്പോ വിളിച്ചാലും ഒരു സാഡ് ന്യൂസ് പറയാനാണെന്ന് ഓർക്കുമ്പോ എനിക്ക് തന്നെ ഒരു വിഷമമുണ്ട്. എന്താ മേഡം? ഞാനേ ഒരു മുൻകൂർ ജാമ്യം എടുത്തതാ. ഇപ്പൊ വിളിച്ചതും നിനക്ക് ഷോക്ക് ആവുന്നൊരു കാര്യം പറയാൻ തന്നെയാ. മേഡം എന്താണെങ്കിലും പറഞ്ഞു. നീ ആ രാജുവിനെ വിശ്വസിച്ചല്ലേ ഈ കല്യാണത്തിനൊക്കെ പുറപ്പെട്ടെ? എന്നാലേ രാജു നിന്നെ ചതിക്കും. വെറുതെ ആവശ്യമില്ലാതെ കാര്യം പറയാതെ മേഡം. രാജു ആരെയും ചതിക്കില്ല. ഹാ, നീ എങ്ങനെ ഉറച്ചു വിശ്വസിച്ചോ? ദേ, ഞാനിപ്പോ ഒരു കാഴ്ച കണ്ടു. അത് പറയാനാ ഞാൻ നിന്നെ വിളിച്ചേ. എന്ത് കാഴ്ച? രാജുവേ ഹൃതികയെ കാണാൻ ഇപ്പൊ അമ്പലത്തിൽ വന്നിരുന്നു. എനിക്ക് നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞു. നിനക്ക് വിശ്വാസം ആയില്ലെങ്കിലേ ക്ഷേത്രത്തിൽ അവര് നിൽക്കുന്നതിന്റെ വീഡിയോ ഞാൻ നിനക്ക് അയക്കാം. എന്താടി പ്രശ്നം? ഹൃതികയെ കാണാൻ രാജു ക്ഷേത്രത്തിൽ ചെന്നെന്ന്. ഇപ്രാവശ്യം അവൻ നമ്മളെ ചതിച്ചാ അവനെ വെട്ടിയെറിഞ്ഞ് വാഴച്ചോട്ടി ഇടും, പറഞ്ഞേക്കാം. രാജു എന്തായാലും അവളെ കല്യാണം കഴിക്കില്ല, അതെനിക്ക് ഉറപ്പാ. പക്ഷെ ഇങ്ങനെ നട്ടിലില്ലാത്ത ഒരുത്തനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അതിനെ മറ്റൊരു വഴിയുണ്ടമ്മേ, അത് നമുക്ക് ചെയ്യാം. എന്തു വഴി? ഞാൻ പറയുന്നത് വ്യക്തമായി കേൾക്കും.